വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ജിത. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എൻ്റെ ഒരു വർക്കിംഗ് ഡേ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് പോലത്തെ വീഡിയോ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ കാലത്ത് എഴുന്നേൽക്കുന്നത് തൊട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായില്ല. അപ്പോൾ ഒരു 11 മണി 12 മണി ആയപ്പോഴാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ ഞാനിപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ അഡ്രസ്സൊക്കെ പ്രിൻ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് കൊറിയർ അയക്കാൻ വേണ്ടിയിട്ടുള്ളത് അഡ്രസ്സ് പ്രിൻ്റ് എടുത്തിട്ടാണ് ഞാൻ അയച്ചു കൊടുക്കാറുള്ളത് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ കൊറിയർ അയക്കാനുള്ള അഡ്രസ്സൊക്കെ പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കസ്റ്റമേഴ്സിൻ്റെ ഡ്രസ്സ് കുറച്ച് അയൺ ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ സാഗരേട്ടൻ അയൺ ചെയ്ത് തരും, അപ്പോൾ ഞാൻ പാക്ക് ചെയ്യും, അങ്ങനെയാണ് ചെയ്യണത്. അപ്പോൾ വിഷു സ്പെഷ്യലായിട്ടുള്ള മോഡലുകളുണ്ട്. അതായത് ടിഷ്യൂവിൻ്റെ സ്കേർട്ട്, ബ്ലൗസ്, പിന്നെ അതുപോലെ തന്നെ ധാവണി, പട്ടുപാവാട, അങ്ങനത്തെ മോഡൽസൊക്കെയാണ് കേട്ടോ. ഇത് അഗാരോൻ്റെ സ്റ്റീം അയണാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് കസ്റ്റമേഴ്സിൻ്റെ ഡ്രസ്സ് തയ്ക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കരിഞ്ഞ് പോവുക, പിടിക്കുക, അങ്ങനെയുള്ള പേടി ഉണ്ടാവില്ല. നമുക്ക് ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യണ കാരണം നമുക്ക് ഏത് മെറ്റീരിയലും സുഖമായിട്ട് അയൺ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ സ്റ്റീമുണ്ട്. അപ്പോൾ നല്ല ഇതാണ്. ഇതിൻ്റെ വേണമെങ്കിൽ ഞാൻ ലിങ്ക് കൊടുക്കാം. 2000 ഒക്കെയാണ് തോന്നുന്നുണ്ട് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. പറ്റുകയാണെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് കൊടുക്കാം കേട്ടോ. അടുത്ത പരിപാടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിനി അഡ്രസ്സൊക്കെ നോക്കി ഓരോരുത്തരുടെ ഡ്രസ്സ് പാക്ക് ചെയ്ത് കൊടുക്കണം. അതാണ് നെക്സ്റ്റ് പരിപാടി കേട്ടോ. അപ്പം നമ്മളിനി കൊറിയർ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ അഡ്രസ്സൊക്കെ നോക്കി ഡ്രസ്സ് സൈസൊക്കെ നോക്കി പാക്ക് ചെയ്യായിരിക്കും കൊറിയർ. അപ്പോൾ എൻ്റെ പാക്ക് ചെയ്യൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനത് നേരെ സാഗരേട്ടന് കൊടുക്കും. അപ്പോൾ നമ്മുടെ കസ്റ്റമർക്ക് നമ്മൾ ഈ അഡ്രസ്സും കാര്യം പാക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അയച്ചു കൊടുക്കും. അഥവാ അവരുടെ അഡ്രസ്സിലോ പിൻകോഡിലോ ഫോൺ നമ്പറിലോ എന്തെങ്കിലും ഇതുണ്ടെച്ചെങ്കിൽ അവർ അയക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ അവർക്ക് ഈ ഒരു പാക്ക് ചെയ്തിട്ടുള്ള സംഭവം ഫോട്ടോ അയച്ചു കൊടുക്കും. അപ്പോൾ തൊട്ടപ്പുറത്ത് സാഗരേട്ടൻ അപ്പോൾ കസ്റ്റമേഴ്സിന് ഫോട്ടോ അയച്ചു കൊടുക്കും, ഞാനിവിടെ ഇരുന്ന് പാക്ക് ചെയ്യും. അങ്ങനെയാണ് നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറയണത് കേട്ടോ. പാക്കിങ്ങിലായിരിക്കും ഏറ്റവും കൂടുതൽ ടൈം പോകുന്നുണ്ടാവുക. കാരണം ഓരോരുത്തരും ഓരോ ഡ്രസ്സ് ഡിഫറെൻറ്റ് സൈസിൽ, ചിലർ പറയും കൈ ഇത്ര ഇറക്കം വേണം, ചിലർക്ക് നെക്ക് അങ്ങനെയാണ്, ചിലർ കസ്റ്റമൈസേഷനൊക്കെ പറയുമ്പോൾ നമുക്ക് ഇരട്ടി പണിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഞാൻ കൂടുതലും കസ്റ്റമൈസേഷനുകളൊന്നും എടുക്കാറില്ല. കാരണം എന്തെങ്കിലും തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇരട്ടി പണിയാവും. അപ്പോൾ അതുകൊണ്ടുള്ള മോഡൽ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് നമ്മൾ കൊടുക്കാറുള്ളത്. അപ്പോൾ എന്താ പറയുക, ഈ ഒരു പാക്കിംഗ് പരിപാടിയിലാണ് ഏറ്റവും കൂടുതൽ മണിക്കൂറോളം വേണ്ടി വരിക കേട്ടോ. ഓരോരുത്തരുടെ അഡ്രസ്സും അതേപോലെ സൈസും മാച്ചൊക്കെ ആക്കി നോക്കി വരുമ്പോൾ അപ്പോൾ നമ്മൾ നമ്മുടെ പാക്കിംഗ് പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഉച്ചത്തേക്ക് ഇത്രയാണ് പാക്ക് ചെയ്ത് കൊടുക്കാനുള്ളത്. ഇനി വൈകിട്ടും ഒരു വട്ടം കൂടി നമുക്ക് കൊടുക്കാനുണ്ട് കേട്ടോ, പാക്ക് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് കൊടുക്കണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്തായാലും തൃശ്ശൂർക്ക് നൂല് മേടിക്കാനും തുണി മേടിക്കാനൊക്കെ പോകാനായിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ട്രിപ്പ് ഉച്ചയ്ക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബാക്കിയത്തെ നമുക്ക് വൈകിട്ട് കുറച്ച് കൊറിയർ കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ നമ്മൾ തൃശ്ശൂർക്ക് പോയി വന്നിട്ട് വേണം ബാക്കി കൊറിയറുകളൊക്കെ പാക്ക് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ ഒരു ധാവണിയുടെ ഇത് അയൺ ചെയ്യാണ്ടായിരുന്നു, ബ്ലൗസ് അയൺ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് അയൺ ചെയ്യായിരുന്നു കേട്ടോ.
ഞങ്ങൾ തൃശ്ശൂർക്ക് പോവാണ്. ഇതൊരു ആലിയക്കട്ട് മോഡല് ഒരു ഡ്രസ്സാണ് കേട്ടോ. ബ്ലാക്കാണ്. ഇതിൻ്റെ തന്നെ പീക്കോക്ക് കളറുണ്ട്. ഈ 2 കളറാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഡ്രസ്സിന് എന്ന് വെച്ച് കഴിഞ്ഞാൽ റേറ്റ് 750 രൂപയാണ്. ചെസ്റ്റിൻ്റെ സൈഡിലും സ്ലീവിലൊക്കെ നല്ല വർക്ക് വരുന്നൊരു മെറ്റീരിയലാണ് കേട്ടോ. സെൽഫ് എംബ്രോയ്ഡറി വർക്കുള്ളൊരു മെറ്റീരിയലാണ്. പിന്നെ ഇതെൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഡിയോഡ്രൻ്റ് ആണ് കേട്ടോ. ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ സ്മെല്ല്. ചിലർ പറയുന്നുണ്ട് അവർക്ക് അലർജി വന്നു കാര്യങ്ങളൊക്കെ. ഞാൻ 1 മന്തായി യൂസ് ചെയ്യണം, ഇതുവരെ കുഴപ്പമില്ല. കാരണം നമുക്കൊരു കോൺഫിഡൻസ് ആണ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ ഒരു സ്മെല്ലിൻ്റെ കേട്ടോ. അപ്പോൾ ഇത് ഇട്ടുണ്ട്. പിന്നെ ഫേസിൽ കുറച്ച് മേക്കപ്പ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഐലൈനർ പിന്നെ ലിപ്സ്റ്റിക്ക് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അങ്ങനെ കുറച്ച് മേക്കപ്പ് കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു, ഫേസിൽ കുറച്ച് സ്ട്രോപ്പ് ക്രീം ഇട്ടിട്ടുണ്ട് കേട്ടോ. അതെൻ്റെ ഫേവറേറ്റ്. അത് വിട്ടൊരു കളിയില്ല. പിന്നെ ഞാനൊരു മസ്കാരയും കൂടിയും കടയിലിട്ട് കൊടുക്കുന്നുണ്ട്. ഇത്ര മേക്കപ്പ് ചെയ്യുന്നുള്ളൂ കേട്ടോ, വേറെ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ധൃതി പിടിച്ചിട്ടാണ് പോണത്. കാരണം നമുക്കിനി 5:30 ആകുമ്പോഴേക്കും വീട്ടിലെത്തണം. തൃശ്ശൂർക്ക് പോവും വേണം, നമുക്ക് 5:30 ആകുമ്പോഴേക്കും വീട്ടിലെത്തും വേണം. എത്തിയാൽ മാത്രം നമുക്ക് വീണ്ടും കൊറിയർ പാക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. കൊറിയർ കളക്ട് ചെയ്യണ വണ്ടി 7 മണി ആകുമ്പോഴേക്കും വരും. അപ്പോൾ അതിന് മുമ്പ് ഇതൊക്കെ നമ്മൾ സെറ്റാക്കണം കേട്ടോ. അപ്പോൾ അതാ ചേച്ചിമാർ അവിടെ നിന്ന് തയ്ച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 2 സ്റ്റാഫ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവർ ഡ്രസ്സ് തയ്ച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ചേച്ചി തയ്ക്കുന്നത് ഒരു ഉണ്ണിയുടെ പട്ടുപാവാടയാണ് കേട്ടോ. പട്ടുപാടയുടെ ബ്ലൗസാണത്. അപ്പോൾ അവർ തയ്ച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ചേച്ചി തയ്ക്കുന്നത് നമ്മുടെ കസവിൻ്റെ എന്താ പറയുക ഉണ്ണിയുടെ പട്ടുപാടയുടെ പാവാടയാണ്. ചേച്ചി ബ്ലൗസ് തയ്ക്കുകയാണെന്ന് തോന്നുന്നു. അപ്പോൾ പിന്നെ നമ്മളിതാ നേരെ പുറത്തേക്ക് പോവുകയാണ് കേട്ടോ. പിന്നെ ഈ ഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. എന്താ പറയുക, നല്ല ഫംഗ്ഷനൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഡ്രസ്സാണ്. ടൈലൈൻ പോലത്തെ ഒരു മോഡൽ ഡ്രസ്സാണ്. ഇതിവിടെ എംബ്രോയ്ഡറിയും ഷെല്ല് വർക്കൊക്കെ വന്നിട്ടുള്ളതാണ്. യോക്ക് പോർഷനിലും സ്ലീവിലുള്ളത് കേട്ടോ. അപ്പോൾ എക്സ്ട്രാ സ്മോൾ മുതൽ അതേപോലെ തന്നെ XL വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ പീക്കോക്ക് കളറും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഓർഡർ ചെയ്യാനായിട്ട് മറക്കണ്ട. അപ്പോൾ കുറച്ച് 10 മണി ചെടികളുണ്ട് കേട്ടോ. നല്ല വെറൈറ്റി ഡിഫറെൻ്റ് ആയിട്ടുള്ള കളറുകളാണ്. ഇതിപ്പോൾ എനിക്ക് കൊറിയർ വന്നിട്ടുള്ളൂ. അപ്പം ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ഇപ്പം എനിക്ക് കുഴിച്ചിടാനുള്ള ടൈമൊന്നും കിട്ടിയിട്ടില്ല. വീഡിയോ ചെയ്യാനുള്ള ഇതിൻ്റേതായ ഒരു വീഡിയോ ചെയ്യാനുള്ള ടൈമൊന്നും കിട്ടിയിട്ടില്ല. എനിക്കൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് അയച്ചതാണ് കേട്ടോ. ഡിഫറെൻ്റ് ആയിട്ടുള്ള കളറുകളുണ്ട്. ഇതെനിക്ക് ചെടിച്ചട്ടിയിലൊക്കെ സെറ്റാക്കി വെക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിന്നിപ്പോൾ എന്തായാലും പുറത്ത് പോകുമ്പോൾ ഒരു ചെടിച്ചട്ടിയൊക്കെ മേടിക്കാമെന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ മേടിച്ചതൊക്കെ സെറ്റാക്കി വെച്ച് പൂക്കളൊക്കെ ആയി കഴിഞ്ഞാൽ ഞാനൊരു ഷോർട്ട് വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറിയോ ഷോർട്സോ എന്തെങ്കിലും ഇടാനായിട്ട് നോക്കാം. അപ്പോൾ ഈ ഒരു പൂക്കൾ തന്ന, അതായത് ഈ ചെടികൾ തന്നൊരു പേജ് ഞാൻ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ വീഡിയോയുടെ സ്ക്രീനിലോ ഞാൻ കൊടുക്കാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യാനായിട്ട് മറക്കണ്ട. 10 മണി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ചെടിയാണ്. നല്ല രസമുണ്ടാവും ചെറിയ ചെറിയ ചെടികളിലാക്കി വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ പൂക്കളുണ്ടായിട്ട് ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാം കേട്ടോ. അല്ലേ ഇതൊക്കെ വേരുണ്ട് കേട്ടോ. ഇത് വെച്ച് കഴിഞ്ഞാൽ വേഗമാവും. അപ്പോൾ വരുമ്പോൾ നമുക്കൊരു ചെടിച്ചട്ടി മേടിക്കാം. ഓക്കെ. അപ്പം ഞാൻ തൃശ്ശൂർ ഷോപ്പുകളിൽ നിന്നാണ് നൂലുകൾ, സിബ്, ലേസ്, ക്യാൻവാസ് ആ സാധനങ്ങളൊക്കെ വാങ്ങാറുള്ളത്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ റേറ്റ് കുറച്ച് കുറവിന് കിട്ടും. പക്ഷെ നമ്മൾ വാങ്ങുമ്പോൾ ബൾക്കായിട്ടൊക്കെ വാങ്ങുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അതായത് ഒരു ബോക്സിൽ 20 നൂലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഒരു ബോക്സ് നൂലൊക്കെ വാങ്ങുക. അങ്ങനെ നമ്മൾ ബൾക്കായിട്ട് വാങ്ങുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഒരെണ്ണം വാങ്ങുമ്പോഴും നമ്മൾ ബൾക്കായിട്ട് വാങ്ങുമ്പോഴും റേറ്റിന് വ്യത്യാസം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വാങ്ങുമ്പോൾ കുറേ ആയിട്ടാണ് വാങ്ങാറുള്ളത് കേട്ടോ. അപ്പോൾ കുറച്ച് നൂലുകളും അതേപോലെ തന്നെ കൊറിയർ കവറില്ലേ, കൊറിയർ കവറും എനിക്ക് വാങ്ങാനുണ്ടായിരുന്നു. ഈ ഒരു കടയിൽ നിന്നാണ് കൊറിയർ കവർ ഞാൻ വാങ്ങണത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഓൺലൈനിൽ നിന്ന് ഓൺലൈനിൽ നിന്ന് വാങ്ങാം. എന്താ പറയുക, ഫ്ലിപ്കാർട്ടിൽ, ആമസോണിൽ, മീഷോയിലൊക്കെ അവൈലബിൾ ആണ്. ജസ്റ്റ് കൊറിയർ കവറിന് അടിച്ചു കൊടുത്താൽ മതി. അപ്പം നമുക്ക് അതേപോലെ തന്നെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കവറുകളും ഒക്കെ കിട്ടുന്നതാണ് കേട്ടോ. അതേപോലെ തന്നെ തൃശ്ശൂരിൽ നിന്നാണ് മെറ്റീരിയൽ എടുക്കുന്നത്. തൃശ്ശൂർ 2-3 ഷോപ്പുകളൊക്കെ ഉണ്ട് ഹോൾസെയിലായിട്ട് മെറ്റീരിയൽ കിട്ടുന്നത്. പക്ഷേ ഇത് തന്നെയാണ് കാര്യം, നമുക്ക് ബൾക്കായിട്ട് എടുക്കണം. നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റിയിലൊന്നും അവിടെ നിന്ന് കിട്ടില്ല. നമുക്ക് ബൾക്ക് മെറ്റീരിയൽ എടുക്കുമ്പോൾ മാത്രമാണ് റേറ്റ് കുറവിന് ഹോൾസെയിൽ റേറ്റിന് നമുക്ക് കിട്ടുക കേട്ടോ. കല്യാൺരാം അതേപോലെ തന്നെ നമുക്ക് തൃശ്ശൂർ കുരിയച്ചിറ ഒരു ഷോപ്പുണ്ട് കല്യാണിൻ്റെ. അവിടെ നിന്നൊക്കെ നമുക്ക് ഇങ്ങനെ ഹോൾസെയിലായിട്ട് കിട്ടുന്നതാണ്. ലൈനിങ്, മെറ്റീരിയൽസ്, സാരികൾ, അതുപോലെ ടിഷ്യൂ, അതൊക്കെ നമുക്ക് കിട്ടുന്നതാണ്. ഇതാണ് കാര്യം, നമുക്ക് ബൾക്കായിട്ട് എടുക്കണം, അത്രേ ഉള്ളൂ കേട്ടോ.
അങ്ങനെ നമ്മൾ മെറ്റീരിയലൊക്കെ എടുത്ത് തിരിച്ചു വരുന്ന സമയത്ത് നമ്മളുടെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഹോട്ടലുണ്ട് എൻ്റെ സാഗരേട്ടൻ്റെ കേട്ടോ. അയ്യന്തോളമുള്ള ഒരു ഹോട്ടലാണ്. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ ഫുഡ് കഴിക്കാനാണ്, മെയിനായിട്ട് ജ്യൂസ് കഴിക്കാനാണ്. പുറത്തെ മസാല ദോശ കഴിച്ചാൽ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതും കൂടി ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. സാഗരേട്ടൻ ജസ്റ്റ് ജ്യൂസ് മതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ ജസ്റ്റ് ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ടാണ് കയറിയത്. അപ്പോൾ ഇവിടെ കയറിയപ്പോൾ ഇവിടുത്തെ മസാല ദോശ ഓർമ്മ വന്നപ്പോൾ എന്തായാലും മസാല ദോശ കൂടി കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ തൃശ്ശൂരിൽ നിന്ന് വേഗം ജ്യൂസ് കുടിച്ച് വേഗം വന്നു. അപ്പോൾ ഇവിടെ 5:30 ആകുമ്പോഴേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് 5:30 ആകുമ്പോൾ എത്തണം എന്നാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ 5:30 ആകുമ്പോഴേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ എത്തിയ ടൈം കൊണ്ട് ഇവിടുത്തെ ചേച്ചിമാർ ബാക്കിയുള്ള ഡ്രസ്സുകളൊക്കെ തയ്ച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതും കൂടി പാക്ക് ചെയ്തിട്ട് നമുക്കിനി 6:30 ആകുമ്പോഴേക്കും കൊടുക്കണം. കാരണം 7 മണി ആകുമ്പോഴേക്കും കൊറിയറിൻ്റെ വണ്ടി വരും. അപ്പോൾ നമുക്കതും ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ലേറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കൊറിയർ അയക്കാനായിട്ട് പറ്റില്ല കേട്ടോ. 7 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കൊറിയർ അയക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേഗം വന്ന വശം ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്യാൻ നമുക്ക് ടൈം കിട്ടിയേ ഇല്ല. അപ്പോൾ നമ്മൾ വേഗം കൊറിയറുകളൊക്കെ പാക്ക് ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ. പിന്നെ ഇത് കണ്ട, ഇതൊരു ഉണ്ണിയുടെ പട്ടുപാവാടയാണ് കേട്ടോ. ഇതേപോലെ ടിഷ്യൂവിൻ്റെ സ്കേർട്ട്, പിന്നെ നമുക്ക് അജ്രക്ക് മെറ്റീരിയൽ വരുന്ന കോട്ടൻ്റെ ബ്ലൗസ് കേട്ടോ. പക്ഷേ ഇത് ഇപ്പോൾ അവൈലബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്ലൗസിൻ്റെ പാറ്റേൺ, അതായത് എന്താ പറയുക, ഡിസൈനില്ല, അത് ഇത്തിരി വ്യത്യാസമുണ്ട്. ബാക്കിയൊക്കെ സെയിം ആയിട്ട് നമുക്ക് ചെയ്ത് തരാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് വാട്സപ്പിലൊന്ന് മെസ്സേജ് അയച്ചാൽ മതി. കൂടെ ഹെയർ ബോയും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ്, ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വ്ളോഗ്, ഡേ ഇൻ മൈ ലൈഫ്. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഓരോ ദിവസം ഉണ്ടാവാറുള്ളത് കേട്ടോ. ചില ദിവസം ഇതിനേക്കാളും ബിസിയാവും, ചില ദിവസം ചിലപ്പോൾ നമുക്കൊരു ഫ്രീ ഒക്കെ കിട്ടും. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഓരോ ഡേ പോവാറുള്ളത്. അപ്പോൾ ഇതൊക്കൊണ്ടൊക്കെയാണ് കേട്ടോ ചില സമയത്ത് റിപ്ലൈ ഒക്കെ കിട്ടാണ്ടാവുന്നത്, ലേറ്റ് ആവുന്നത്. എന്നാലും മാക്സിമം നിങ്ങൾക്ക് പൈസ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ പൈസ പോവില്ല, ആ ഒരു കാര്യം 100% ഉറപ്പാണ്. നിങ്ങൾ പേ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അഥവാ ചിലപ്പോൾ റിപ്ലൈ ഒന്ന് ലേറ്റ് ആയെന്ന് വരാം, എന്നാലും നിങ്ങളുടെ പൈസ പോവാൻ പറ്റിക്കുക, അങ്ങനത്തെ ഒരു സംഭവം എന്തായാലും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇപ്പോഴാണ് നമ്മളൊന്ന് ഫ്രീ ആയി വന്നിരുന്നത്. അപ്പോൾ നമുക്കിനി ഒരു 11 മണി 11:30 ആകുമ്പോൾ ഇനി നമുക്ക് റിപ്ലൈ കൊടുക്കാണ്ട്. ആ ഒരു റിപ്ലൈ കൊടുക്കൽ 3 മണി വരെ റിപ്ലൈ കൊടുക്കണം. ഇതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എഡിറ്റ് ചെയ്യൽ കാര്യങ്ങളും ഒക്കെ ഇതിൻ്റെ ഇടയിൽ കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഓരോ ദിവസങ്ങളും. അപ്പോൾ ഗൈസ്, ഇത്രയുള്ള നമ്മുടെ വ്ളോഗ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ ടാറ്റ, ബൈ, സീ യു.